ഹലോ, നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ലിറ്റിൽ ഹാനോ. അപ്പോൾ പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ നെക്സ്റ്റ് ആയി ലൂഷി അവരുടെ അപ്പനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഠിക്കണമെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലി നിർബന്ധമാണ്. ട്യൂട്ടറായി പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഷെയ്ൻ അതിലൂടെ പോയി ലൂഷിയുടെ ക്ലാസ്സിൽ പോയിരിക്കുന്നു. അപ്പോൾ ലൂഷി അന്തം വിട്ട് നോക്കി എന്നിട്ട് പറയുന്നു, ഇവൻ എന്തിനാ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പോയിരിക്കുന്നത്? അപ്പോൾ നോക്കുമ്പോൾ ഷെയ്ൻ്റെ ഓപ്പോസിറ്റിലാണ് ലൂഷിയുടെ സീറ്റ് ഉള്ളത്. അവിടെ നമ്മുടെ ലൂഷി ഷെയ്നെ കുറിച്ച് എഴുതിയ ഡയറി കാറ്റിൽ തുറന്ന് അതിൻ്റെ പേജസ് ഒക്കെ പാറിക്കൊണ്ടിരിക്കുന്നു. ഷെയ്ൻ ഇത് എന്താണെന്ന് പറഞ്ഞ് എടുത്ത് വായിക്കാൻ നിൽക്കുമ്പോൾ ടക്കെന്ന് ലൂഷി അവൻ്റെ മുന്നിൽ വന്നിരുന്നു. ഹേ ഹായ് എന്ന് പറഞ്ഞ് ലൂഷി അവിടെ പോയിരുന്നു. അപ്പോൾ ഷെയ്ൻ ലൂഷിയുടെ ക്ലോസപ്പിൽ വന്നിട്ട്, ആക്ച്വലി എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കോഫി കുടിക്കാൻ പോയാലോ എന്ന് ചോദിക്കുന്നു. ലൂഷിയും ഓക്കെ എന്ന് പറയുന്നു. ബട്ട് ഇതൊന്നും നടക്കുന്നില്ല. ലൂഷി സ്വപ്നം കാണായിരുന്നു. ഈ സമയത്താണ് മൻഹൂരി അങ്ങോട്ട് വരുന്നത്. നമ്മുടെ ലൂഷിയുടെ മേലേക്ക് കോഫി മറിച്ചിട്ടു. അയ്യോ സോറി, ഇന്ന ടിഷ്യൂ എന്ന് പറഞ്ഞ് ഷെയ്ൻ ടിഷ്യൂ കൊടുക്കുന്നു. ഓ സാറില്ല, എനിക്കിതൊന്നും പ്രശ്നമില്ല എന്ന് ലൂഷി പറയുന്നു. മൻഹൂരി പറഞ്ഞു, കണ്ടോ നമ്മൾ പിന്നെയും മീറ്റ് ചെയ്തു. ഓഹോ, നമ്മൾ മീറ്റ് ചെയ്ത് ഫേക്കാണോ എന്ന് പറഞ്ഞ് ലൂഷി അവിടെ നിന്ന് പോകുന്നു. എന്ത്, ഇവക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമെന്ന് വിചാരിച്ച് അവന് നോക്കി നിൽക്കുന്നു. അവൾ അവിടെ നിന്നും പുറത്തു പോയി. അപ്പോഴാണ് നമ്മുടെ ബായിയുടെ ബോയ് ഫ്രണ്ട് അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഹേയ്, നീ ബാഹിലേക്ക് പഠിക്കാൻ കൊടുത്ത നോട്ട്ബുക്കില്ലേ, അതിൽ ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. എന്ത്, ഈ നോട്ട്സ് നിനക്ക് ആരാ തന്നത്? അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ? ഉണ്ടാവാനൊരു ചാൻസേ ഇല്ല എന്ന് പറഞ്ഞ് അവളെ നോക്കും. ഉണ്ട്, നീ തന്നെ നോക്ക്. ലൂഷി നോക്കിയപ്പോൾ അവൻ്റെ പേരും അവളുടെ പേരും എഴുതിയാണ്ട് അതേ ഹാർട്ട് വരച്ചിരിക്കുന്നു. ഹേയ്, നീ ചുമ്മാ കളിക്കില്ലേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ദ നെക്സ്റ്റ് ഡേ നമ്മുടെ ലൂഷി ക്ലാസ് റൂമിലോട്ട് വരുന്നു. ഷെയ്നും മന്നൂരി അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ എന്ന് പറയുന്നത് കേട്ടു. ആരാന്ന് നോക്കിയപ്പോൾ അത് മന്നൂരിയാണ്. ലൂഷി പറഞ്ഞു, എന്ത് എന്ന് ചോദിക്കുന്നു. ഉടനെ ഷെയ്ൻ, ഓക്കെ നിങ്ങൾ പോയി വരൂ, ഞാൻ ഹോസ്റ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. ലൂഷി പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല. അപ്പോൾ മന്നൂരി പറഞ്ഞു, ഓ നിനക്കും ഷെയ്നെ ആവും ഇഷ്ടമല്ലേ? അപ്പോൾ ലൂഷി പറഞ്ഞു, എന്ത്? തീർച്ചയായിട്ടും നിനക്കും ഷെയ്നെ തന്നെ ആവും ഇഷ്ടം. എന്ത്, എനിക്കും എന്നോ? നീ പറഞ്ഞു നോക്കുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഷെയ്നെയാണോ ഇഷ്ടം? ഇല്ല അങ്ങനെ ഒന്നുമില്ല. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല. വാ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം. രണ്ടാളും ഒരുമിച്ച് ഒരു ഐസ്ക്രീം ഷോപ്പിലോട്ട് പോകുന്നു. ശരി പറ, നീ പറഞ്ഞു വെച്ച് നോക്കിയാൽ എല്ലാ ഗേൾസിനും ഷെയ്നെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നു. അതെ, എല്ലാവർക്കും അവനെ തന്നെയാണ് ഇഷ്ടം. അവന് കാണാനും നല്ല ഭംഗിയുണ്ട്, അവൻ്റെ ഫാമിലിയും റിച്ചാണ്. സോ ഓട്ടോമാറ്റിക് എല്ലാ ഗേൾസിനും അവനെയാണ് ഇഷ്ടം. ഞാൻ എന്ത് ചെയ്യാനാ? ഹോ, നീ പറയുന്നത് വെച്ച് നോക്കിയാൽ ലാസ്റ്റ് ടൈം അവനെ പ്രപ്പോസ് ചെയ്തത് അത് നീ സ്നേഹിക്കുന്ന പെണ്ണാണല്ലേ? ഹോ, നീ സ്മാർട്ടാണല്ലോ, എങ്ങനെ കണ്ടുപിടിച്ചേ? എനിക്കെല്ലാം അറിയുമെന്ന് പറഞ്ഞ് ലൂഷി ചിരിക്കുന്നു. ഷെയ്ൻ നല്ല മനുഷ്യനാണ്. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് അവനെ സ്നേഹിച്ചതിൽ അവനെ തെറ്റി പറയാൻ പറ്റില്ലല്ലോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, എല്ലാ ഗേൾസിനും അവനെയാണ് ഇഷ്ടം. ഇതിൽ അവൻ്റെ മേലെ തെറ്റൊന്നുമില്ലല്ലോ. വാവ്, നീ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണാണ്. അവൻ നല്ലവനാണ്. ബട്ട് എന്ത് ചെയ്യാനാ, അവൻ ലവ് ചെയ്തിരുന്നില്ലേ ഷഹീൻ? അവൾ ഭയങ്കര ബോറാണ്. കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യാനാ, അവളെ പുറത്ത് വിളിക്കുമ്പോഴൊക്കെ അവൾ ആരെങ്കിലും കൂട്ടി വരും. എന്തിനാന്ന് വെച്ചാൽ അവൾ ഡേറ്റ് ചെയ്യുന്ന എല്ലാവരും അറിയിക്കാൻ വേണ്ടി. എന്നാൽ ഇത് ഷെയ്ന് തീരെ ഇഷ്ടമല്ല. അവർക്കിടയിൽ ഒരു പ്രൈവസി ഇല്ലാത്ത പോലെ അവന് ഫീൽ ചെയ്തു. അങ്ങനെ അവർ ബ്രേക്കപ്പ് ആയി. ഓക്കെ നീ ഇപ്പോഴും നിൻ്റെ ഫ്രണ്ടിനെ വിട്ടുകൊടുക്കാതെയാണല്ലോ സംസാരിക്കുന്നത്. ഓക്കെ, നീ എന്നെ ഇങ്ങനെ പൊക്കി പറയല്ലേ? നീ ഷെയ്നും ഒരേപോലെയാണ്. നിങ്ങൾ രണ്ടാളും കറക്റ്റ് മാച്ചാണ്. നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്താൽ കറക്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇടുന്നത്. അത് ഷെയ്ൻ്റെ മെസ്സേജാണ്. എന്താണെന്ന് അറിയണ്ടേ? പാർട്ട് 5 വെയിറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യട്ടാ.